നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 25 വർഷം മുമ്പ് എന്താ പറയുക, ഈ കുടുംബശ്രീ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ പറയുക, കളിയാക്കല് അനുഭവിച്ച ഒരു കൂട്ടം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവരുടെ ആ ഒരു വളർച്ചയ്ക്കനുസരിച്ച് അവർ സ്കൂട്ടറൊക്കെ വാങ്ങി നമ്മളെ ഏറ്റവും ഗ്രാമപ്രദേശമായ ഒരു പ്രദേശത്ത് കൂടെ സ്കൂട്ടറൊക്കെ വാങ്ങി കുടുംബശ്രീയിലേക്ക് സ്കൂട്ടറിലൊക്കെ പോകുന്ന ഒരു സമയത്ത് എന്താ പറയുക, ഒരു അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ അതിലെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് ഇന്ന് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന കുടുംബശ്രീ യൂണിറ്റ് എന്നൊരവസ്ഥയിലേക്ക് എത്തിയ ഒരു കൂട്ടം വനിതകളെയാണ് ഈ വനിതാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു അനുഭവം, അതായത് നിങ്ങൾക്ക് ഈ പിന്നെന്താ പറയുക, ഈ കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, വിജയം നിങ്ങളെ തേടി അല്ലേ, തുടക്കം മുതലേ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വന്നു. ആ സമയത്ത് എന്തോ നിങ്ങൾക്ക് കളിയാക്കൽ അനുഭവപ്പെട്ട ഒരു സംഭവം ഞാൻ പറയാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അത് സംഭവം ചുരുക്കി പറയുകയാണെങ്കിൽ? 2000-ലാണ് നമ്മൾ കുടുംബശ്രീ ആരംഭിച്ചത്. ഓക്കെ. ഈ 2000-ൽ നമ്മുടെ പ്രദേശത്തെ ഒരു മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ പറഞ്ഞാൽ, ഞങ്ങളെപ്പോലെയുള്ള മുസ്ലിം ആളുകളും അതുപോലെ തന്നെ കുറച്ച് ഉയർന്ന ജാതിയുള്ള ആളുകളൊക്കെ ഒരു യാഥാസ്ഥിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വനിതകൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് അവർ ബാഗും തൂക്കി വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആളുകൾക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ കുറച്ച് ആളുകൾ വിളിച്ചു ആളുകയും കളിയാക്കലും ഒക്കെ. കളിയാക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർ പോലെ ഞങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ എന്തിനാ അങ്ങനെ പോണ്, അവിടെ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ സ്വയം വിചാരിച്ചത് നമ്മൾ ആരും മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യുന്നില്ല, കുടുംബത്തിന് നിരക്കാത്തതുകൊണ്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെടുന്നതെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിച്ചേ പറ്റൂ എന്നുള്ളൊരു തോന്നലോട് കൂടിയാണ്. അങ്ങനെയാണ് അകത്തിരുന്നിരുന്നത്. പക്ഷെ ഞാനൊക്കെ പറഞ്ഞാൽ വെറും യാഥാസ്ഥികയായിരുന്നു. ഒരാളോട് സംസാരിക്കാൻ പോലും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരാളായിരുന്നു. അവിടെ നിന്ന് രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങിയിട്ട് അതിജീവനത്തിലൂടെയാണ് പാത തേണ്ടി വന്നത്. ഇന്നിപ്പോ നിങ്ങളുടെ എന്താ പറയാ, ഈ 25 വർഷം ആവുമ്പോ അല്ലെ, ഇപ്പൊ 25ാം വാർഷികം ആഘോഷിക്കാൻ പോവാണ് അല്ലെ. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ, വളരെ സമ്പദ് സമൃദ്ധിയോട് കൂടിയിട്ട്, ഏറ്റവും മനോഹരമായ, ഏറ്റവും ഐക്യത്തോടു കൂടി, കൂട്ടായ്മയോട് കൂടിയിട്ട് വളരെയധികം നല്ല രീതിയിൽ ഒരു കുടുംബം, അതായത് ഒരു കുടുംബം എന്നല്ല, ഓരോരുത്തരും കുടുംബം പോറ്റുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റ് ആണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ വടക്കേ വെള്ളടിക്കുന്നത്ത് ഐശ്വര്യശ്രീ കുടുംബശ്രീ യൂണിറ്റ്. അതിലെ 15 അംഗങ്ങൾ ആണ് ഈ യൂണിറ്റിലുള്ളത്. അതിനെ നയിക്കുന്നത് നമ്മുടെ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ പ്രസിഡന്റ് ടി സുഹറയാണ്. അവര് ഇപ്പോൾ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, വൈസ് പ്രസിഡന്റായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിരവധി മേഖലകളിൽ നിരവധി സ്ഥാനങ്ങൾ, ബാങ്ക് ഡയറക്ടർ അടക്കം നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ആളാണ്. രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് എല്ലാവരെയും ഒരേമാതിരി കാണുകയും ഒന്നിച്ച് ചേർത്ത് പിടിക്കുകയും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അവരുടെ ആ ഒരു കഴിവിനെയാണ് ഈ വനിതാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും നിങ്ങളുടെ അല്ലേ, സുഹൃത്താത്ത അടക്കമുള്ള എല്ലാവരും അല്ലേ, വളരെ ഹാപ്പി അല്ലേ അല്ലേ അവരുടെ ആ ഒരു അല്ലേ ഒന്നിച്ചിട്ടുള്ള ആ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിന്റെ ഒരു വിജയം അല്ലേ. ഈ വാർഡിന്റെ മെമ്പറും കൂടിയാണ്. ഇതിലൊക്കെ വളരെ സന്തോഷം. 2004-ൽ ഇതേപോലെ നമ്മള് അതിജീവിച്ച വനിതകളുടെ ഒരു കൂട്ടായ്മ പറഞ്ഞ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, ദൂരദർശൻ. വളരെ അന്ന് എനിക്ക് അവിടെ പോവാൻ ചെല്ലാനും, അന്നൊക്കെ തിരുവനന്തപുരത്ത് പോവാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വെല്ലുവിളി നേരിടുന്നതായിരുന്നു. അവിടെ പോയി നമ്മൾ അഭിമുഖത്തിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് എത്തിയപ്പോൾ അത് കണ്ട ചിലരുകളൊക്കെ നമ്മള് വളരെയധികം മോശമായ രീതിയിൽ ഉള്ള ഒരു ചിത്രീകരണം. പിന്നീട് അതിനൊന്നും വകവെച്ചില്ല, നമ്മുടെ വെച്ച കാല് പിന്നോട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ മാത്രമല്ല, എന്റെ സമൂഹത്തിന്റെ ജീവിതത്തിലേക്കാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. സമൂഹത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അത് സാമ്പത്തികമായാലും സാമൂഹികമായാലും ആരോഗ്യരംഗത്തായാലും ഞാൻ എല്ലാവർക്കും എല്ലാ സമയത്തും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടാണ്, ഒരു ട്യൂബ് ഇട്ട് കിടക്കുന്ന ഒരാൾക്കാർ ബുദ്ധിമുട്ടാണ്, എന്നെ വിളിക്കും. ഞാൻ പോയി ഒരു ട്യൂബൊക്കെ നേരാക്കി കൊടുത്ത്, അല്ലെങ്കിൽ റൈസ് ട്യൂബ് ഇടാച്ചാൽ ഇട്ട് കൊടുത്തും, യൂറിത്ര ഇടുകയാണെങ്കിൽ അത് ഇട്ട്. നഴ്സിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി, ആ പരിപാടിയും കൂടി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ആ മേഖലയിൽ നഴ്സിംഗ് കഴിഞ്ഞ് ജോലി ചെയ്തിരുന്നു. 5 വർഷത്തോളം ഞാൻ നഴ്സിംഗ് ജോലി ചെയ്തു. വനിതാ ദിനത്തിലെ ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളുടെ സന്തോഷം നമുക്കൊന്ന് കാണണ്ടേ? അവരുടെ ആ ഒരു സന്തോഷം, അതായത് മനസ്സ് തുറന്നുള്ള കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടിയാണ് നമുക്കിത് നല്ല ഹാപ്പിയാണ് അല്ലേ. എല്ലാവരും വളരെയധികം ഏറ്റവും സന്തോഷത്തോടു കൂടി ഇനി ഞങ്ങളെ കൂടെ ആളുകളുണ്ട്. ഇന്ന് ചില ആളുകൾക്ക് ലീവ് എടുത്തിരിക്കുക, ഇന്നും കൂടെ അതെ അല്ലേ, അതാണ് ഉയർത്തിയത്. അതിപ്പോ 25 വർഷമായിട്ടും അതേമാതിരി തന്നെ നമ്മൾ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ.
അത് വെറും സമ്പാദ്യം മാത്രമല്ല, നമ്മളെ എന്താ പറയാ മനസ്സിന്റെ സന്തോഷവും അല്ലേ, ഉയരങ്ങളിലേക്ക് തന്നെ പോവില്ലേ. സമ്പാദ്യം മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ 5% ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കും. അസുഖം വരുന്നവർക്ക് പൈസ കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ വാർഡിലെ എല്ലാ വീടുകളിലും 5 കിലോ അരി വീതം കൊടുക്കും ഞങ്ങൾ ഒരു വിഷുവൊക്കെ. പക്ഷെ 2 വർഷമായിട്ട് ഞങ്ങൾക്ക് പ്രതിസന്ധി കാരണങ്ങൾ നിർത്തിവെച്ചിരിക്കുക. കൊറോണക്ക് ശേഷം, കൊറോണ വരെ എല്ലാ വീടുകളിലും 5 കിലോ അരി ഞങ്ങൾക്ക് ആകെ കിട്ടുന്നതിന്റെ ഒരു 5% ഞങ്ങളുടെ എല്ലാ വീടുകളിലും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതെ, എന്തൊരു സന്തോഷം നോക്കി നോക്കൂ. നമുക്ക് ഈ വനിതാ ദിനത്തിൽ ഇങ്ങനെ ഇതേമാതിരിയുള്ള ആളുകളെ അല്ലാതെ നമുക്ക് ആരെന്നെ പരിചയപ്പെടുത്താൻ പറ്റുക ഇങ്ങനെ. അതായത് നമ്മളെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ എല്ലാ വനിതകളും എന്താ പറയുക, അവരുടെ നേതൃത്വത്തിലെ എല്ലാ കുടുംബങ്ങളും ഇതുപോലെ ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാൻ അവരെ പ്രാപ്തമാവട്ടെ എന്ന് നമുക്ക് ഈ വേളയിൽ ഈ വനിതാ ദിനത്തിൽ പ്രാർത്ഥിക്കാം. അതായത് ഈ അംഗൻവാടി അതേമാരുള്ള അല്ലേ, എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണത്? 6 മാസം മുതൽ 3 വയസ്സ് വരെ. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലേ. അവർക്കുള്ള അമൃതം പൊടി ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അല്ലേ. അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നത്? നിലക്കടല, കടലപ്പരിപ്പ്, സോയ, ഇവയെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ബ്ലെൻഡറിലിട്ട് മിക്സ് ചെയ്ത് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യും. ബ്ലെൻഡറാണ്. ഓക്കെ. ബ്ലെൻഡറിലിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് അത് മിക്സറിലിട്ട് തിളപ്പിക്കാൻ വെക്കും. ഇതിലല്ലേ? എന്നിട്ട് അത് അതിലിട്ട് ചലിക്കും. ഏതാതിലോ? മിക്സറിലിട്ട് ചലിക്കും. ചലിച്ചതിന് ശേഷം ഇതിനെ പരത്തിയിട്ട് 32 താഴെ ചൂടിൽ പാക്ക് ചെയ്യും. ചൂട് കുറഞ്ഞിട്ട് പരത്തിയിട്ട് കൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. പരത്തിയിട്ട് ചൂടിലേക്ക് പാക്ക് ചെയ്യും. അതാണ് അമൃതം പൊടിയുടെ അമൃതം പൊടി ഉണ്ടാക്കണം. അങ്ങനെയാണ് അമൃതപ്പൊടി ഉണ്ടാക്കണം. ഈ അമൃതം പൊടി എന്ന് പറയുന്ന സാധനമാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഉൽപ്പന്നം തോന്നുന്നു അല്ലേ? അമൃതം പൊടി ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്, ധാന്യങ്ങളുടെ ബിസ്ക്കറ്റ് ഉണ്ട്. ഈ അമൃതം പൊടി എന്ന് പറയുന്ന സംഭവം എവിടേക്കൊക്കെയാണ് വിതരണം ചെയ്യുന്നത്? അമൃതം പൊടി പട്ടാമ്പ, തൃത്താല ബ്ലോക്കിലേക്ക് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിസ്ക്കറ്റ് അംഗൻവാടിയിലൂടെ ഇരിക്കുന്ന കുട്ടികൾക്ക് പോഷക ബിസ്ക്കറ്റ്, അതായത് ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ബിസ്ക്കറ്റാണ്. സാധാരണ ബിസ്ക്കറ്റിൽ മൈദയാണ് ചേർക്കുക. അതെല്ലാം ഗോതമ്പും നിലക്കടല, കടലപ്പരിപ്പ്, ഗോതമ്പും ചേർത്തിട്ടാണ് ബിസ്ക്കറ്റ്. നെയ്യാണ് അതിലേക്ക് ചേർക്കുന്നത്, വെണ്ണയാണ് അതിലേക്ക് ചേർക്കുന്നത്. അത് വെച്ചുകൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു. ഇത് ഒരു ബിസ്ക്കറ്റിന് 3 രൂപ വരെ വരും ഈ ബിസ്ക്കറ്റ് അല്ലേ? 150 രൂപ ഒരു കിലോന് വെച്ചാണ് പിന്നെ ഇത് വിതരണം ചെയ്യുന്നത്. ആവശ്യക്കാർ അത് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ്. കടകളിൽ കൊടുക്കുന്നില്ല, അംഗൻവാടിയിലും പിന്നെ ഇവിടെ വന്ന ആളുകൾ വാങ്ങിക്കൊണ്ടുപോകണം അല്ലേ?
ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യണത് അല്ലേ? അത് ഓണാക്കുമോ? അതും കൂടി ഇട്ടിട്ട് അങ്ങനെ വരുന്നല്ലേ? അതൊന്ന് മതി. മിക്സിങ് നടക്കുകയാണല്ലേ? ഇത് കഴിഞ്ഞാൽ അത് ടേബിളിന് മുകളിലേക്ക് ഇടും. പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബശ്രീ അംഗങ്ങൾ, ഒരു കുടുംബശ്രീയുടെ അംഗങ്ങൾ മുഴുവൻ പേർക്കും തൊഴിൽ എന്നുള്ളതാണ് ഈ കുടുംബശ്രീയുടെ. 20 പേരുണ്ടായിരുന്നത്. 20 പേർക്കും തൊഴിൽ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 20 പേരിലും ഇപ്പോൾ ഒരാൾ മരിച്ചു, 2 ആൾക്കാർക്ക് കുറച്ച് അസുഖം, അതായത് ഒരാൾ പ്രസവം, അങ്ങനെയുള്ള ലീവുകളിലാണ്. ബാക്കി 15 പേരും ഇവിടെ ജോലി ചെയ്യുന്നു. ഇതൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2000 തുടങ്ങിയ കുടുംബശ്രീ 2025 ആവുമ്പോഴും പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അല്ലേ? അതായത് 25ാം വാർഷിക, നിങ്ങൾ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, 25ാം വാർഷിക നിറഞ്ഞ യുവത്വത്തില് ഈ സമയത്തും ഈ കുടുംബശ്രീ എന്താ പറയാ യുവത്വത്തിലാണ് അല്ലേ? എല്ലാവരും വളരെ ഹാപ്പിയാണ്. കുടുംബം, അതായത് ഒരു കുടുംബത്തിന്റെ വരുമാനം ഏറ്റവും നല്ല രീതിയിൽ തന്നെ പിന്നെ എന്താ പറയുക കഴിയാവുന്ന രീതിയിലുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു കുടുംബത്തിൽ ശരിക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ലാത്തവരായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുക, മക്കളെ വിവാഹം ചെയ്യുക, വലിയ സ്വപ്നങ്ങളായിരുന്നു. ഈ സ്വപ്നങ്ങളൊക്കെ എന്ത് ഭാവി എന്നും ആകെ ആശങ്കയോട് കൂടിയാണ് ഈ ഇതിലേക്ക് ഒരു കുടുംബശ്രീ എന്ന കൺസെപ്റ്റോട് വന്നത്. അത് വന്നു നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ആവശ്യം തന്നെയെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഞങ്ങൾ ഓരോ ജോലി ചെയ്യാൻ തുടങ്ങി. അത് കൊണ്ടാട്ടം ഉണ്ടാക്കിയിരുന്നു, സോപ്പ് നിർമ്മാണം, അതുപോലെ തന്നെ അച്ചാർ നിർമ്മാണം, ക്യാരി ബാഗ് നിർമ്മാണം, ഇപ്പോഴും കൊണ്ടാട്ടം, ഇപ്പോഴും അങ്ങനെ കൊട നിർമ്മാണം, ബാഗ് നിർമ്മാണം. ഇപ്പോൾ ആ പ്രവർത്തനത്തിന്റെ ഞങ്ങൾ ഓരോ സീസൺ ആകുമ്പോൾ ബാഗ് ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ കൊട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും അതിൻ്റെതായി പോയി ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്ലവർ മില്ല് 2005 ഒരു ഫ്ലവർ മില്ല് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതലുള്ള എല്ലാ വീടുകളിലേക്കും വേണ്ട സാധനങ്ങൾ വീടുകളിൽ കയറി ഓർഡർ എടുത്ത് പൊടിച്ച് അവരെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അതിലൂടെയായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയത്. പിന്നീടാണ് പാലോളി മുഹമ്മദ് കുട്ടി തദ്ദേശഭരണ വകുപ്പ് മന്ത്രി, ശ്രീമതി ടീച്ചർ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ്, കുടുംബശ്രീ ന്യൂട്രിമിക്സ് എന്ന ഒരു സാമൂഹ്യക്ഷേമ വകുപ്പും കൂടി ഇങ്ങനെ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുകയും ആദ്യത്തിൽ തന്നെ ഞങ്ങൾ കാസർഗോഡ് പോയി ട്രെയിനിങ് എടുത്ത് ആ പ്രവർത്തനം അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ആദ്യം ഒരു ഷെഡിലായിരുന്നു, പിന്നീട് 2500 സ്ക്വയർ ഫീറ്റുള്ളൊരു കെട്ടിടം ബാങ്കിന്റെയും കുടുംബശ്രീയുടെയും സഹായത്തോടെ. വളരെ എടുത്തു പറയേണ്ടത് കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ മിഷനുമാണ്. ഏറ്റവും ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ചെയ്ത് മുന്നോട്ട് പോകുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക, കുട്ടികൾക്ക് വേണ്ട അതുപോലെ നല്ല രീതിയിൽ ഒരു വീട്, ഈ സ്വപ്നമൊക്കെ ഈ 25 വർഷം കൊണ്ട് ഏകദേശം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയിലാണ് ഇപ്പോൾ വലിയൊരു കാര്യം അല്ലേ? വനിതകൾ, അതായത് ഒരു വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ വനിതാ ശാക്തീകരണം എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ അക്ഷരാർത്ഥത്തില് നടപ്പിലാക്കി നിങ്ങൾ അല്ലേ? ഞങ്ങൾ തികച്ചും അടുക്കളയെന്ന് പറഞ്ഞാൽ അത്ര ഉള്ളിലുള്ള സ്ത്രീകളായിരുന്നു. സാമൂഹിക മാറ്റം വന്നു, സാമ്പത്തിക മാറ്റം വന്നു, സമൂഹത്തിൽ ഒരു ഇടം പിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നിങ്ങൾക്കറിയാം, ഒരു എന്താ പറയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൗണിലോ അല്ലെങ്കിൽ ടൗണുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലത്തൊന്നുമല്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു കുഗ്രാമം തന്നെ പറയാം അല്ലേ? ഒരു നെല്ലിക്കാറ്റ്, വടക്ക് വെള്ളടിക്കുന്ന് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഒരു എന്താ പറയാ ബാക്ക്വേർഡ് ക്ലാസ് ആളുകൾ താമസിക്കുന്ന അല്ലെ, വളരെയധികം ബുദ്ധിമുട്ട് ജീവിക്കാൻ അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ ഇതിലത്തെ അംഗങ്ങളും ഭൂരിഭാഗവും അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും കരകയറി 25 വർഷം നമ്മൾ ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കുക, നമ്മളെ കുടുംബത്തിലെ വരുമാന മാർഗ്ഗമാവുക. അതിൽ വരുമാന മാർഗത്തിൽ തന്നെ സ്ത്രീകൾ പ്രധാന വരുമാന മാർഗ്ഗമാവുക. ഇപ്പോൾ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ലല്ലോ അല്ലേ? അത് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലല്ല ലോകത്ത് തന്നെ അറിയപ്പെടേണ്ട ഒരു മാർഗം അല്ലേ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റുള്ളവർക്കൊരു മാതൃകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്രയും നല്ല രീതിയിൽ അതിലൊരു കൂട്ടായ്മ, ഇതിൽ ഓരോ അംഗങ്ങൾക്കും ആ ഒരു സംഭവത്തിൽ വളരെ പ്രാധാന്യം ഉണ്ടാവും. ഒത്തൊരുമ എന്നൊക്കെ പറയില്ലേ നമ്മള് അല്ലേ? ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോൾ
മറ്റ് നമ്മളുടെ അംഗങ്ങൾക്ക് പോലും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് തന്നെ ഒരു കൺസെപ്റ്റ്, ഒരു വിശ്വാസം വന്ന് നമുക്ക് ഇങ്ങനെ പോവാം, അങ്ങനെ പോവാം. അതിനുവേണ്ടി ഓരോ ഐഡിയകളും ഓരോ ആശയങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഇട്ടുകൊടുക്കുകയും അവരത് വെച്ചുകൊണ്ട് അതിനെ ഏറ്റവും മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 3-4 പ്രൊഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് ഉണ്ട്, അമൃതം പൊടി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ചോളം പുട്ടുപൊടിയുണ്ട്, പ്രത്യേക തരം പുട്ടുപൊടിയാണ്, നല്ല ഈ ന്യൂട്രീഷൻ അതുപോലെ ഡയബറ്റിക്കിനൊക്കെ പറ്റിയതാണ്. പിന്നെ റാഗിയുടെ പൗഡർ ഉണ്ട്, അതുപോലെ തന്നെ അരിപ്പൊടി, അതുപോലെ പിട്ടുപൊടി, ഇങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ അപ്പോൾ തന്നെ ക്യാരി ബാഗ്. ഇപ്പം ഞങ്ങൾ മുമ്പ് 2005 ഞങ്ങളെ പ്രത്യേകമായിട്ട് ശാരദാമൃതം കുടുംബശ്രീ ഡയറക്ടർ ആകുമ്പോൾ ഞങ്ങളൊരു ഫീച്ചർ ചെയ്തു, നിങ്ങളും ഉണ്ടായിരുന്നു അന്ന്. ഞങ്ങൾ ഫീച്ചർ എന്ന് പറഞ്ഞത് ഐശ്വര്യ സമ്പൂർണ്ണമായ ഐശ്വര്യശ്രീ എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ബെഡ് കവറിലാണ് തുടങ്ങിയത്. എല്ലാ വീടുകളിലും ബെഡ് കവർ അടിച്ചു കൊടുത്തുകൊണ്ട് എന്നിട്ട് അതിന്റെ ഫീച്ചർ വെച്ചുകൊണ്ട് നിങ്ങൾ മനോരമ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു 2005 ഐശ്വര്യപൂർണ്ണമായ ഐശ്വര്യശ്രീ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ ഐശ്വര്യമായി പിടിച്ച് 2025 ആകുമ്പോഴത്തേക്കും കുടുംബശ്രീയിൽ മാത്രമല്ല നാടിന്റെ തന്നെ ഒരു ഐശ്വര്യമായിട്ട് ഈ സ്ഥാപനം അല്ലെ കുറെ നേടാനല്ലേ ഞങ്ങൾക്ക് കഴിഞ്ഞത്. സംതൃപ്തി, ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ ഞങ്ങളെ കുടുംബത്തിന് ഞങ്ങൾ കാരണം വരുമാനം നിലനിൽക്കാനും ഞങ്ങളെ മക്കളെ നല്ല എത്തിക്കാനും ഞങ്ങളെ വീടും അതുപോലെ എല്ലാവരുടെ ഇടയിലും ഒരു ഇടം നേടാനും ഞങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനം കൊണ്ട് സാധിച്ചു. കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളാരും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ പോലും ഞാനിപ്പോൾ ഇവരുടെ ഇടയിൽ വന്നു, ഇവരെ കൂടെ നിന്ന് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൻ്റെ ഇടയിൽ വന്നു. അതിൽ നിന്ന് പൊതുരംഗത്ത് വന്നു. അതുതന്നെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ബാങ്ക് ഡയറക്ടർ, ഇങ്ങനെ പദവികളൊക്കെ പോകും. അതുപോലെ തന്നെ ഏറ്റവും താഴെ കിടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യം വേണോ ചെയ്യേണ്ടത് അവിടെ അവർക്ക് എത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. നഴ്സിംഗ് മേഖല ആയതുകൊണ്ട് തന്നെ ഒരു രോഗി അവിടെ കിടക്കുകയാണെങ്കിൽ ആ രോഗിക്ക് വേണ്ട അറ്റ്ലീസ്റ്റ് വേണ്ട ഒരു റൈസ് ട്യൂബ്, കത്തീഡ്രൽ ഇത്ര പോലുള്ള ഒക്കെ ഒരാൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ആ ജനങ്ങളിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അത് മികവിലാണ്. ഇപ്പോൾ ഇപ്പം അടുത്ത് തന്നെ നമ്മളുടെ ആറങ്ങോട്ടുകര ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എനിക്ക് ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇന്നലെയാണ് അത് പബ്ലിഷ് ചെയ്തത്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ നമ്മൾ സമൂഹത്തിൽ കൊണ്ടാണ് അത് ഞങ്ങൾക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞത്. ഇതെല്ലാം ഞങ്ങളുടെ കൂട്ടായ്മ കൊണ്ടാണ്. വളരെ സന്തോഷമുള്ള കാര്യം. എന്തായാലും ഈ നാടിന്റെ ഐശ്വര്യമായ ഓരോ കുടുംബത്തിന്റെയും ഐശ്വര്യമായ അല്ലെ ഐശ്വര്യശ്രീ കുടുംബശ്രീ നീണാൾ വാഴട്ടെ. എല്ലാവർക്കും ഈ ഐശ്വര്യം തുടർന്നും ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും US മീഡിയ ന്യൂസിന്റെ വനിതാ ദിനാശംസകൾ. താങ്ക് യു. നന്ദി, നമസ്കാരം. ഈ വനിതാ ദിനത്തിൽ നമ്മുടെ ഈ നാടിന്റെ ഐശ്വര്യമായ ഐശ്വര്യശ്രീ കുടുംബശ്രീയുടെ കൂടെ ആ യൂണിറ്റിലെ അംഗങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. ഇതെന്താ സംഭവം? ഈ ബിൽഡിംഗ് ഇത് നമ്മുടെ അസാഡ്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ വരും. അത് ക്ലീൻ കഴിഞ്ഞാൽ ഗോതമ്പ് എഫ്സി എന്നാണ് ഗോതമ്പ് വരിക. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ അത് കഴുകി ക്ലീൻ ചെയ്ത് വേണം നമ്മളുടെ മെയിൻ പിന്നെ വർക്ക് ഏരിയയിലേക്ക് എത്തിക്കാം. അതിനു വേണ്ടി പ്രത്യേകമായി കെട്ടിയ ബിൽഡിംഗ് ആണ്. 6 സെന്റ് സ്ഥലം, 1100 സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ്. അതിൽ മെഷീനറികളൊക്കെ ഉണ്ട്. അതെ. വണ്ടി എടുക്കുമ്പോൾ ആളുകൾ ഞങ്ങളെ